പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു കഴിവറുടെ മോനാണ് ദേ ഈ നിൽക്കുന്നവൻ. ഇവൻ ഏകദേശം ഒരു 18ഓളം കേസുകളിൽ പ്രതിയാണ്, അതും തട്ടിപ്പ് കേസുകളിൽ. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ ചെലവിൽ വിസ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കൊല്ലം പള്ളിമുക്കിൽ വെണ്ടർമുക്കിൽ പ്രവർത്തിച്ചു വന്ന കാലിബ്രി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനായിരുന്ന തട്ടിപ്പുകാരനാണ് ഇവൻ. ഇരവിപുരം തോപ്പിൽമുക്കിൽ ഷീപ്പ് മൻസിലിൽ ഷമീമാണ് ഇപ്പോൾ പിടിയിലായത്. ഇവൻ കാരണം വഴിയാധാരമായത് നിരവധി കുടുംബങ്ങളാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 18ഓളം കേസുകളാണ് ഷമീമിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വിദേശത്തേക്ക് വിസ എന്ന പേരിൽ കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിച്ചെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ കുറഞ്ഞ ചെലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് നടത്തിയത്. പലരും വീട് പണയപ്പെടുത്തിയും ലോണെടുത്തും കിടപ്പാടം വരെ വിറ്റുപെറുക്കിയും ഇയാളുടെ തട്ടിപ്പ് കേട്ട് പണം നൽകി. എന്നാൽ പിന്നീടാണ് ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലായത്. പണം നൽകിയവരിൽ പലരും ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. തിരുവനന്തപുരം കല്ലറ സ്വദേശി അദ്നാൻ്റെ പരാതിയിലാണ് ഇരവിപുരം പോലീസ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ പിടിയിലായതോടുകൂടി തട്ടിപ്പിനിരയായി നിരവധി ആളുകളാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒഴുകിയെത്തുന്നത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഷെരീഫിൻ്റെ നിർദ്ദേശപ്രകാരം ഇരവിപുരം ഇൻസ്പെക്ടർ രാജീവ്, SI ജയേഷ്, CPO അനീഷ്, സജിൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇവനെ ഇപ്പോൾ പിടികൂടിയത്. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് പേര് ഇവൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഇവൻ്റെ ഈ വർത്തമാനം കേട്ടുകൊണ്ട് പണം കൊണ്ടുവന്ന് കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഏതായാലും ഇവനിപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മള് ഇപ്പം ഇവിടെ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഷമീം എന്ന് പറയുന്ന മയ്യനാട് സ്വദേശിയാണ്. റഷ്യയിൽ നിന്ന് ഡോക്ടറിന് വേണ്ടി പഠിക്കുകയും ഇവിടെ നിരവധി ചെറുപ്പക്കാരുടെ സാമ്പത്തികം വാങ്ങി പോളണ്ടിലും അതുപോലെ തന്നെ കാനഡയിലും വിടാന്നും പറഞ്ഞ് ഓരോരുത്തരുടെ കിടക്കാടങ്ങൾ വിറ്റുകൊണ്ട് അവർക്ക് 7 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷം വെച്ചൊക്കെ നിരവധി ചെറുപ്പക്കാർ കൊടുത്തിരിക്കുകയാണ്. ഈ പൈസ കൊടുത്ത് ലാസ്റ്റ് ഇവിടെ വെച്ച് നമ്മൾ കേസ് കൊടുത്ത് ഇവരിവിടുന്ന് മുങ്ങി നടന്നായിരുന്നു. ഇപ്പൊ ഖത്തറിൽ നിന്നാണ് ഇപ്പം എയർപോർട്ടിൽ വെച്ചാണ് ഇദ്ദേഹത്തിനെ പിടിച്ചിരിക്കുന്നത്. ഇതിന്റെ നിരവധി, അതായത് നമ്മളുടെ നിരവധി ചെറുപ്പക്കാർ ഈ നിൽക്കുന്ന ഇത് ഇപ്പം തുച്ഛമായ ആൾക്കാരേ ഉള്ളൂ. നാളെ ഇവിടെ കണ്ടമാനം ഇതുപോലുള്ള ഈ സാമ്പത്തികം കൊടുത്തിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെയും ജീവിതം ആത്മഹത്യയുടെ വക്കിലാണ്. പലരും അറിയാത്ത വെറും ചെന്നായികളെന്ന സത്യത്തിൽ ഒരു വിശേഷിപ്പിക്കാനുള്ളത്. ഡോക്ടർ എന്ന വാക്കാകട്ടെ, ഡോക്ടർ എന്ന് പറയുന്നത് മക്കളെ വിദ്യാഭ്യാസം വരെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇവന്റെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് പല കുടുംബങ്ങളും പല പ്രമാണങ്ങളും ആധാരം കൊണ്ട് പലിശക്കെടുത്തും ഒക്കെ കൊണ്ടുകൊടുത്ത കാശുകളാണ്. സത്യത്തിൽ ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് പല ആൾക്കാർ ആത്മഹത്യക്ക് മൊത്തം ശ്രമിച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടി ഷമീം എന്ന് പറയുന്ന ഇവന്റെ ഉമ്മയുടെ പേർക്ക് കുറെ ചെക്കുകളും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കായിട്ട് വിധിച്ചു കൊടുത്തു. അത് വെച്ചിട്ടാണ് കാത്തുനിന്നിട്ട് അവർ ഉമ്മായ ഒളിവില്ല. അവന്റെ ഷമീം എന്ന് പറഞ്ഞ ഡോക്ടർ ഇവന്റെ കൂടെയുള്ള ഇവന്റെ പെങ്ങൾ ഡോക്ടർ എന്ന് പറയുന്നു. ഇവന്റെ ഉമ്മ വളരെ കുടുംബക്കാരെന്ന് പറയുന്നു. സത്യത്തിൽ ഇതുപോലെ ഒത്തിരി ചെറുപ്പക്കാരെത്തി ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ അലയുകയാണ്. നമുക്ക് നമ്മളെ ഭാര്യ സഹോദരനെ പോളണ്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞാണ് നമ്മളിന്ന് കാശ് മേടിച്ചത്. എന്റെ കിടക്കാടം വരെ പണയം വെച്ചാണ് നമ്മൾ കാശ് കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് തുച്ഛമായ 3 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പോളണ്ടിൽ എത്തിക്കാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. എന്നിട്ട് മുംബൈയിൽ 2 വട്ടം വരുത്തിച്ചവനാ. 2 വട്ടം കൊണ്ടുപോയി. അവിടെ എന്തോ പേപ്പർ വർക്ക് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് മുംബൈയിൽ വരുത്തിച്ചിട്ട് 1 രൂപ പോലും അവിടെ പട്ടിണി കിടന്നത്. 4 ദിവസം മുംബൈയിൽ റൂമിൽ പട്ടിണി കിടന്നാണ് പിള്ളേർ തിരിച്ചു വിടുന്നത്. നമ്മൾ ഇവിടുന്ന് കാശ് അങ്ങോട്ട് അയച്ചു കൊടുത്താണ് പിള്ളേർ തിരിച്ച് ഇങ്ങോട്ട് വന്നത്. ഇവര് പറഞ്ഞത് അവിടെ കുറെ ആൾക്കാർ വരും, ഇതിന്റെ മേലുദ്യോഗസ്ഥന്മാർ വരും, ഇവരെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം നോക്കാനാന്നും പറഞ്ഞാണ് നമ്മളെ വിളിച്ചോണ്ട്. അവിടെ ചെന്നപ്പോ അങ്ങനെ ഒരു കമ്പനിയും ഇല്ല, കാര്യങ്ങളും ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഇത് കളവാന്ന് അറിയുന്നത്.